Hi everyone. So നമ്മൾ exercise 15.1 പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫിഫ്ത്ത് പ്രോബ്ലം വരെ ചെയ്തു. നെക്സ്റ്റ് ഇനി സിക്സ്ത് പ്രോബ്ലം നോക്കാം. ഇതും മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ കണ്ടുപിടിക്കാനാണ്. എക്സ് ഐ തന്നിട്ടുണ്ട്, എഫ് ഐയും തന്നിട്ടുണ്ട്. ദെൻ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കാൻ സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ ഇൻറ്റു എഫ് ഐ ദ ഹോൾ ഡിവൈഡ് ബൈ ഐ ഇസ് ഈക്വൽ ടു 1 to n എഫ് ഐ എന്നാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എക്സ് ഐ ഇൻറ്റു എഫ് ഐ കണ്ടുപിടിക്കണം. സോ എക്സ് ഐ ഇൻറ്റു ദറ്റ് ഈസ് 10 into 4 എന്ന് പറയുമ്പോൾ 40, 720, 1400, then 1120, then 720. ഇതിന്റെ സമ്മേഷൻ, അതായത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4000 കിട്ടും. അതുപോലെ തന്നെ ഫ്രീക്വൻസീസ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. ഫ്രീക്വൻസീസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 80 കിട്ടും. 80. സോ മീൻ ഈസ് ഈക്വൽ ടു 4000 ഡിവൈഡഡ് ബൈ 80 ദറ്റ് ഈസ് ഈക്വൽ ടു 15 വരും. ഓക്കെ, ഇത് വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 50 വരും. അടുത്ത സ്റ്റെപ്പിൽ നമുക്കിനി കാണേണ്ടത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ആണ്. എക്സ് ബാർ കിട്ടി. സോ ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് ഇവിടെ തന്നെ എടുക്കാം. ഓക്കെ, സോ 50 മൈനസ് 10 എന്ന് പറയുമ്പോൾ 40 വരും. ദെൻ 20, ദെൻ 0, ദെൻ 20, ദെൻ 40. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ചെയ്യണം. എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ. നിങ്ങൾ എക്സാമിന് ടാബ്ലറ്റ് കോളം വരയ്ക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര നീറ്റായിട്ട് വരയ്ക്കണമെന്നില്ല. ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത്, അതായത് എല്ലാം കൂടെ ഒരുമിച്ചിങ്ങനെ ഇരിക്കാതെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. അതിനൊന്നും ഒത്തിരി സമയമൊന്നും ആരും കളയണ്ട. ദെൻ എഫ് ഐ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇവിടെ എക്സ് ഐ മൈനസ് എക്സ് ബാറിന്റെ അബ്സല്യൂട്ട് വാല്യൂ 40 ആണ്. സോ 4 ഇൻറ്റു 40 ദറ്റ് ഈസ് 160 വരും. ദെൻ അടുത്ത 24 ഇൻറ്റു 20 ദറ്റ് ഈസ് 480. ദെൻ അടുത്തത് 0, then 320, then 320. Then ഇതിന്റെ സമ്മേഷൻ ദാറ്റ് ഈസ് 1280 എന്ന് വരും. സോ നമുക്കിനി മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 1280 ഡിവൈഡഡ് ബൈ 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 കിട്ടും. സോ 16 ഈസ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ. സോ നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻ എക്സ് ഐയും എഫ് ഐ ഫ്രീക്വൻസി എഴുതി. ദെൻ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ എന്നാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കണം. മീഡിയൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം ആണ്. ദെൻ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന ഡേറ്റയെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. സോ ഇത് അസെൻഡിങ് ഓർഡറിലാണ്. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്താ നോക്കുന്നത്? എൻ നോക്കും അല്ലെ. അപ്പൊ എൻ നോക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഇതാ ഇവിടെ അടുത്ത ഒരു കോളം എഴുതണം, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ദറ്റ് ഈസ് 8. ദെൻ അതായത് ഈ ഫ്രീക്വൻസി ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നു. 8 + 6 എന്ന് പറയുമ്പോൾ 14 വരും. 14 + 2 16, 16 + 2 18, 18 + 2 20, 26 വരും. സോ നമ്മുടെ എൻ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഫ്രീക്വൻസീസ് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 26 കിട്ടും. ദാറ്റ് ഈസ് എൻ ഈസ് ഈക്വൽ ടു 26. n is equal to 26. It's an even number. So 26 even number ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? n/2 the observation കാണും. n/2 and n/2 + 1 the observation. n/2 എന്ന് പറഞ്ഞാൽ 13 വരും. 13th ഒബ്സർവേഷനും 14th ഒബ്സർവേഷനും. 13th ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എവിടെ വരും? ദാ ഇവിടെ വരും അല്ലെ. ഇവിടെ 14 വരെയാണ് ഇവിടെ ഉള്ളത്. സോ ദാറ്റ് ഈസ് 7 വരും. That is equal to 7 + 7 divided by 2 that is equal to 7 തന്നെ വരും. സോ നമുക്ക് മീഡിയൻ എന്ന് പറഞ്ഞാൽ മീഡിയൻ ഈസ് ഈക്വൽ ടു 7 കിട്ടി. then അടുത്ത സ്റ്റെപ്പിൽ എന്താ കാണണ്ടേ? ഡീവിയേഷൻ കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് എം ആണ്. ദെൻ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, സോ എം എന്ന് പറഞ്ഞാൽ 7 ആണ്. എം ഈസ് ഈക്വൽ ടു 7. 5 - 7 -2 ആണ്. അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. ദെൻ 0, ദെൻ 2, ദെൻ 3, 5, ദെൻ 8. എക്സ് ഐ മൈനസ് എം കിട്ടി. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്താ വേണ്ടത്? എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഇക്വേഷനും കൂടെ എഴുതിക്കോളുക. മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n fi into absolute value of xi minus
m divided by summation I is equal to 1 to n fi എന്ന് എഴുതിക്കോളുക. അപ്പൊ ഇത് വെച്ചിട്ട് ആദ്യം എന്തായാലും മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ ആണെങ്കിൽ ആദ്യം മീഡിയൻ കണ്ടുപിടിക്കണം എന്നറിയാം. അപ്പം മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഇക്വേഷൻ എഴുതുക. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കുക. സോ നമുക്ക് ഇവിടെ വരെ കിട്ടി, xi മൈനസ് എമ്മിന്റെ അബ്സല്യൂട്ട് വാല്യൂ വരെ കിട്ടി. ഇനി ഇൻറ്റു fi കൂടെ ചെയ്യണം. സോ fi ഇൻറ്റു xi മൈനസ് എം, ദാറ്റ് ഈസ് 8 ഇൻറ്റു 2. 8 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 16 വരും. അടുത്തത് 6 ഇൻറ്റു 0 0, 4 6 10 48. ഇതിന്റെ സമ്മേഷൻ, സമ്മേഷൻ 84 വരും. Then mean deviation about the median എന്ന് പറയുമ്പോൾ 84 divided by 26 വരും. That is equal to 3.2 വരും. So 3.2 is the mean deviation about the median. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ കണ്ടുപിടിക്കാനാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഫ്രീക്വൻസി, അതായത് മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ n എത്രയുണ്ടെന്ന് അറിയണം. സോ നമുക്ക് ഫ്രീക്വൻസി ആഡ് ചെയ്ത് നോക്കാം, അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടു നോക്കാം. 3 8 14 21 29. Here n is equal to 29. It's an odd number. So odd number ആണെങ്കിൽ n plus 1 divided by 2 ആണ് കണ്ടത്. So n plus 1 29 plus 1 divided by 2 എന്ന് പറയുമ്പോൾ 15 വരും. So 15 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരും, ഇവിടെ വന്ന 14 വരെ ഉള്ളൂ. സോ 15 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. സോ 30 ആണ്. മീഡിയൻ ഈസ് ഈക്വൽ ടു നമുക്ക് 30 കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഈസ് ഈക്വൽ ടു 1 to n absolute value of xi minus m into fi divided by summation I is equal to 1 to n fi വരും. സോ ആദ്യം നമുക്ക് ഇനി xi മൈനസ് എം കണ്ടുപിടിക്കാം. എം എന്ന് പറഞ്ഞാൽ 30 കിട്ടി. എം ഇസ് ഈക്വൽ ടു 30 ആണ്. സോ 30 മൈനസ് 15 എന്ന് പറയുമ്പോൾ 15 വരും. ദെൻ 9 3 0 5. ദെൻ അടുത്ത സ്റ്റെപ്പിൽ fi ഇൻറ്റു, നെക്സ്റ്റ് സ്റ്റെപ്പിൽ fi ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xi മൈനസ് എം വരുന്നു. ഇറ്റ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ 45, then 45, then 18 0. ഇതിന്റെ സം that is equal to 148 കിട്ടും. So this is equal to 148 divided by, ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ 29 ആണ്. So 29. So this is equal to 5.1 എന്ന് കിട്ടും. So 5.1 is the mean deviation about the median. Next problem 9th one. Find the mean deviation about the mean for the following data. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഇൻകം പെർ ഡേയും നമ്പർ ഓഫ് പേഴ്സൺസും ഉണ്ട്. അപ്പം ഇൻകം ആണ് തന്നിരിക്കുന്നത്, അതായത് 0 to 100 വരെ ഇൻകം ഉള്ളവർ 4 പേര്, ദെൻ 100 to 200, അതായത് ഒരു ക്ലാസ് ഇന്റർവെൽ ആണ് തന്നിരിക്കുന്നത്. അപ്പം ഇന്റർവെല് തന്നാൽ നമുക്കറിയാം അത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ദെൻ ഇന്റർവെൽസ് തന്നാൽ നമ്മൾ ഉടനെ അടുത്ത സ്റ്റെപ്പിൽ മിഡ് പോയിന്റ് കാണും അല്ലേ. അപ്പം 0 to 100ന്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 50 ആണ്. ദെൻ അടുത്തത് 100 to 200 ആണ്. സോ മിഡ് പോയിന്റ് 150. ദെൻ അടുത്തത് 250, 350, 450, 550, 650, 750. സോ നമുക്ക് xi കിട്ടി, xiയും കിട്ടി, fiയും കിട്ടി. ഇത് നമ്മളോട് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാം. അതായത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും വെച്ചിട്ട് ചെയ്യാം. അതായത് ഇങ്ങനെ di is equal to xi minus a divided by h. നമ്മളൊരു മീൻ, അസ്യൂംഡ് മീൻ എടുത്തിട്ട് ഇങ്ങനെ, അതായത് കാൽക്കുലേഷൻ കുറച്ച് ഈസി ആക്കാൻ വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അല്ലെങ്കിൽ ഈ xi ഇൻറ്റു fi മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇതാ നോക്കിയ 25 35 65 75 ഇങ്ങനെ കുറച്ച് വലിയ നമ്പർ വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. അടുത്ത പ്രോബ്ലം വരുമ്പോൾ നമുക്ക് അവിടെ xi ഇൻറ്റു fi എന്ന് പറഞ്ഞിട്ട് ഉള്ള രീതിയിൽ മീൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തോളുക, നിങ്ങൾക്ക് പ്രോബ്ലം വരുമ്പോൾ കാൽക്കുലേഷൻ കുറച്ച് ഇങ്ങനെ നമ്പേഴ്സ് ഒക്കെ ഒത്തിരി കുറച്ച് നിങ്ങൾക്ക് ടഫായിട്ടുള്ള തോന്നുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, സ്റ്റെപ്പ് ഡീവിയേഷൻ വെച്ചിട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ അസ്യൂംഡ് മീൻ നമ്മൾ ഏതെടുക്കും? അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞാൽ ഈ 50യും 750 എടുക്കുക.
50 പ്ലസ് 750 അതെന്ന് പറഞ്ഞാൽ 800 വരും. 800 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ എത്ര കിട്ടും? 400 കിട്ടും. ദെൻ 400 നമുക്ക് ഇവിടെ ഇല്ല, ഈ ഒബ്സർവേഷനകത്ത് 400 ഇല്ല. സോ 400 തൊട്ട് താഴെയുള്ള നമ്പർ ഏതാന്ന് നോക്കുന്നു, അത് നമുക്ക് 350 ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ 350 നമ്മുടെ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കാം. ദറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 350 എന്ന് എടുക്കാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? xi മൈനസ് എ ഡിവൈഡ് ബൈ ഹെച്ച് ചെയ്യും. ഹെച്ച് എന്ന് പറഞ്ഞാൽ ഹിയർ നമ്മുടെ ക്ലാസ് ഇന്റർവെൽ ആണ് ഹെച്ച്. സോ 50 മൈനസ് 350 ഡിവൈഡഡ് ബൈ 100 ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 300 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോ 150 മൈനസ് 350 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 150 മൈനസ് 350 എന്ന് പറഞ്ഞാൽ മൈനസ് 200 ആണ്. മൈനസ് 200 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ മൈനസ് 2 വരും. അപ്പൊ നോക്കി, ഇവിടെ നമുക്ക് മൈനസ് 3 കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ മൈനസ് 2 ആണ് കിട്ടിയത്. അപ്പൊ ഇവിടെ നമുക്കൊരു 1ന്റെ ഡിഫറൻസ് ആണുള്ളത്. ഇവിടെ നോക്കി 50 കഴിഞ്ഞിട്ട് അടുത്തത് 150 ആണ്. അതായത് ഇവിടെ ഒരു 100ന്റെ ഡിഫറൻസ് ആണുള്ളത്. ആ 100ന്റെ ഡിഫറൻസ് ആണ് ഇങ്ങോട്ട് എല്ലായിടത്തും ഉള്ളത്. ഓക്കെ, അപ്പൊ നോക്കിയാൽ നമ്മുടെ ഈ ഇതിനകത്ത് എയും കോൺസ്റ്റന്റ് ആണ്, ഹെച്ചും കോൺസ്റ്റന്റ് ആണ്. അതായത് എ എപ്പോഴും എത്രയാണ്? 350 ആണ്. ഹെച്ച് എപ്പോഴും 100 തന്നെയാണ്. then മാറുന്ന ഏതാണ്? ഈ xi മാത്രമേ ഈ മാറുന്നുള്ളൂ. അതായത് ഈ ടേം മാത്രമേ മാറുന്നുള്ളൂ. അത് മാറുന്ന എത്ര വെച്ചിട്ടാണ് മാറുന്നത്? 100 വെച്ചിട്ടാണ് മാറുന്നത്. മനസ്സിലായോ? സോ ഇങ്ങനെ 100 വെച്ചിട്ട് ഇങ്ങനെ മാറുമ്പോൾ നമ്മുടെ ഈ ആൻസറും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അതായത് ഇവിടെ നമുക്ക് 300 ഫസ്റ്റിൽ നമുക്ക് മൈനസ് 300 ഡിവൈഡ് ബൈ 100 എന്ന് വന്നു. അടുത്ത സ്റ്റെപ്പിൽ വന്നപ്പോൾ എന്താണ് വന്നത്? മൈനസ് 200 ഡിവൈഡ് ബൈ 100 എന്ന് വന്നു. അതായത് ഇവിടെ ഒരു 100ന്റെ ചേഞ്ച് ഉണ്ടെങ്കിൽ ആ 100ന്റെ ചേഞ്ച് ഇതാ ഇവിടെ ഈ ന്യൂമറേറ്ററിൽ വന്നു. അടുത്ത സ്റ്റെപ്പിൽ വന്നു. ഓക്കെ, അപ്പൊ എന്താണ് അടുത്ത സ്റ്റെപ്പിൽ? പിന്നെ എന്താണ്? 100 ഡിവൈഡ് ബൈ 100 ആയിരിക്കുമല്ലോ. നോക്കിയേ, 250 മൈനസ് 350 എന്ന് പറയുമ്പോൾ മൈനസ് 100 ആണ്. മൈനസ് 100 നമുക്ക് ഡിവൈഡ് ബൈ 100 ഉണ്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസ് 1 വരും. അപ്പൊ നോക്കി, ഇവിടെ എല്ലാം ഒരു 1 ആണ് ആഡ് ചെയ്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആ 1 ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ. സോ അടുത്തതിൽ വരുമ്പോൾ എന്ത് വരും? 0 വരും. 0 പ്ലസ് 1 1 വരും. 1 പ്ലസ് 1 2 വരും. 2 പ്ലസ് 1 3 വരും. 3 പ്ലസ് 1 4 വരും. ഓക്കെ, പിന്നെ നിങ്ങൾ ഇത് ഇത്ര ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കണ്ട. അടുത്തത് FI ഇൻറ്റു DA. അപ്പൊ അതാണ് ഈ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ബിക്കോസ് നമുക്കിത് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. FI ഇൻറ്റു DA ചെയ്യാം. സോ 4 into minus 3 that is minus 12, then 8 into minus 2 minus 16 minus 9 0 7 10 12 12. then ഇതിന്റെ സമ്മേഷൻ നമുക്ക് വേണം. അപ്പൊ ഇതിന്റെ ഈ 12ഉം ഇതും ക്യാൻസൽ ആയി പോയി. ഇത് 25 വരും, ഇത് 29 വരും. നമുക്കിത് 4 കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീൻ ആണ്. അപ്പൊ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x bar is equal to a plus summation I is equal to 1 to n fi into di divided by summation I is equal to 1 to n fi into h ആണ്. അപ്പൊ ഇതിനകത്തുള്ള എല്ലാ ടേംസും നമുക്ക് കിട്ടി. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്യൂംഡ് മീൻ ആണ്. ദാറ്റ് ഈസ് 350 ആണ്. 350 plus summation I is equal to 1 to n fi into di. Okay, fi into di നമുക്ക് 4 കിട്ടി. 4 divided by ഫ്രീക്വൻസീസിന്റെ എല്ലാം കൂടെ സം, അതായത് ഈ ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 50 കിട്ടും. 50 into h that is class size. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 358 എന്ന് കിട്ടും. സോ 358 ആണ് ഇവിടുത്തെ മീൻ. അങ്ങനെയാണെങ്കിൽ മീൻ കണ്ടുപിടിച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ xi മൈനസ് എക്സ് ബാർ കാണണം. ദെൻ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ കൂടി ഈ സ്റ്റെപ്പിൽ ചെയ്യുക. സോ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 358 ആണ്. സോ 358 മൈനസ് 50 അതെന്ന് പറഞ്ഞാൽ എത്ര വരും? 308 വരും. അടുത്തത് 358 മൈനസ് 150 ആണ്. ദാറ്റ് ഈസ് 208. അപ്പൊ എന്തുകൊണ്ടാണ് 358 മൈനസ് എടുക്കുന്നത്? ബിക്കോസ് നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കുന്നത്. സോ മൈനസ് സൈൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 100 ആണ് വരുന്നത്. ഈ എക്സ് ബാർ കോൺസ്റ്റന്റ് ആണ്. 358 ആണ് എല്ലാ കേസിലും. xi ആണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. xi 100 വെച്ചിട്ടാണ് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ആ 100 വെച്ചിട്ട് ചെയ്താൽ മതി.
ഓക്കെ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. 292, 392. ഇത് എല്ലാം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കി ഇവിടെ അത് ഓർത്ത് കൊടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് 50 മൈനസ് 358 എന്നാണ്. ദാറ്റ് ഈസ് നമുക്ക് മൈനസ് 308 ആണ് കിട്ടുന്നത്. അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോഴാണ് പ്ലസ് 308 ആണ്. അടുത്ത സ്റ്റെപ്പിൽ 150 മൈനസ് 358 ആണ്. അത് നമുക്ക് മൈനസ് 208 ആണ് കിട്ടുന്നത്. അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോഴാണ് 208 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മൈനസ് 308ന്റെ കൂടെ പ്ലസ് 100 ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇവിടെ മൈനസ് ആണെന്ന് മാത്രം ഓർത്താൽ മതി. അബ്സല്യൂട്ട് വാല്യൂ എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് പ്ലസ് ആയത്. ഓക്കെ, സോ മൈനസ് 308ന്റെ കൂടെ വേണം 100 ആഡ് ചെയ്ത് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ടോ മൈനസ് 208നോട് വേണം 100 ആഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. കുറച്ച് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി. then അടുത്ത സ്റ്റെപ്പിൽ FI ഇൻറ്റു XI മൈനസ് X ബാർ. അപ്പോൾ ഇവിടെ ഷോർട്ട് കട്ട് ഒന്നും പറ്റത്തില്ല. ബിക്കോസ് ഇത് കണ്ടോ, ഇത് ഓരോ വാല്യൂം വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ FI. ഓക്കെ, അപ്പോൾ FI വേരി ചെയ്യുന്നതിൻ്റെ ഓർഡർ അല്ല, സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ 308 ഇൻറ്റു FI എന്ന് പറഞ്ഞാൽ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു അത് ചെയ്യുമ്പോൾ 1232 എന്ന് കിട്ടും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് 8 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 32, 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 12. അടുത്തത് 208 ഇൻറ്റു 8, ദാറ്റ് ഈസ് 64 വരും, 16 വരും. ഓക്കെ, ദെൻ അടുത്തത് 72, 972 എന്ന് വരും. അടുത്തത് 80 വരും. ദെൻ അടുത്തത് 92 ഇൻറ്റു 7, അത് ചെയ്ത് തന്നെ നോക്കുക. 694 വരും, 644 ആണ് വരുന്നത്. അടുത്തത് 192 ഇൻറ്റു 5, ദാറ്റ് ഈസ് 960. ദെൻ അടുത്തത് 1168. ദെൻ അടുത്തത് 1176. ഓക്കെ, then ഇതിന്റെ സമ്മേഷൻ കാണണമല്ലോ. സോ അതിന്റെ ഇതെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ 7896 എന്ന് കിട്ടും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ I is equal to 1 to n FI ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് XI മൈനസ് X ബാർ, ദാറ്റ് ഈസ് 7896 ഡിവൈഡ് ബൈ ഫ്രീക്വൻസീസിന്റെ എല്ലാത്തിൻ്റെയും കൂടെ സം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 157.92 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ആൻസർ. 10th പ്രോബ്ലം, ഇത് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈറ്റ് തന്നിട്ടുണ്ട്, ദെൻ നമ്പർ ഓഫ് ബോയ്സ് തന്നിട്ടുണ്ട്. അതായത് 95 to 105 സെന്റിമീറ്റർ അത്രയും ഹൈറ്റ് ഉള്ള ബോയ്സ് 9 പേരുണ്ട്, അങ്ങനെയാണ് പറഞ്ഞത്. സോ ഇതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? മിഡ് പോയിന്റ്സ് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ദ XI. സോ ഇതിന്റെ മിഡ് പോയിന്റ് എന്താണ്? 95 പ്ലസ് 105 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നമുക്ക് 200 കിട്ടും. 200 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 100 ആണ്. സോ 100 വന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തതോ 110, 120, 130, 140, 150. മിഡ് പോയിന്റ് കിട്ടി. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡീവിയേഷൻ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് മുമ്പേ ചെയ്ത പോലെ ചെയ്യാം. അതേസമയം ഇവിടെ നോക്കിക്കേ, ഇവിടെ 12, 13, 14, 15 അങ്ങനെ ചെറിയ നമ്പേഴ്സ്, പിന്നെ ഒത്തിരി ലെങ്ത് ഇല്ലതാണ്. ഇവിടെ ആകെ 6 ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതായത് സ്മോൾ ലെറ്റർ n is equal to നമുക്ക് 6 ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് XI ഇൻറ്റു FI ചെയ്യാം. അതായിരിക്കും എളുപ്പം. സോ ഇത് 900 വരുന്നു. ദെൻ 13 ഇൻറ്റു 110 എന്ന് പറയുമ്പം 0, 3, 4, 1, 1430. ദെൻ അടുത്തത് 3120 വരുന്നു. അടുത്തത് 3900. അപ്പൊ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. 13 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 39 ആണെന്ന് അറിയാം. ദെൻ അടുത്തത് ഇതെന്ന് പറഞ്ഞാൽ 168 വരും. അപ്പൊ ഇതെങ്ങനെയാ പെട്ടെന്ന് ചെയ്യുന്നത്? 168 12 ഇൻറ്റു 14 അല്ലേ? അപ്പൊ 12 ഇൻറ്റു 12 നിങ്ങൾക്ക് അറിയാം ദാറ്റ് ഈസ് 144 ആണെന്ന്. ദെൻ അതിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം, 24 കൂടെ ആഡ് ചെയ്താൽ പോരെ 168 കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് 1500. ദെൻ ഇതിന്റെ സമ്മേഷൻ കാണുന്നു. ബിക്കോസ് നമുക്ക് മീൻ കാണണമല്ലോ. സോ 12530 എന്ന് കിട്ടും. ദാറ്റ് ഈസ് X bar is equal to 12530 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസീസിന്റെ എല്ലാം കൂടെ സം. സോ ഫ്രീക്വൻസീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 125.30 എന്ന് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? XI മൈനസ് X ബാർ ചെയ്യും. ദെൻ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കും. XI എന്ന് പറഞ്ഞാൽ 100 മൈനസ്
125.30. So that is equal to 25.30 എന്ന് വരും. Then അടുത്തത് ഇത് തമ്മിൽ 10ന്റെ ഡിഫറൻസേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ എന്ത് വരും? അതായത് -25 എന്ന് ഓർത്തോണേ. ദാ -25.30 പ്ലസ് 10 എന്ന് പറയുമ്പോൾ -15.30 വരും. അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നതുകൊണ്ട് പ്ലസ്. ദെൻ -15ന്റെ കൂടെ പ്ലസ് 10 ആഡ് ചെയ്യുമ്പോൾ -5 വരും. അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ +5.30 എന്ന് വരും. ഇനി അടുത്തത് ചെയ്യുമ്പോൾ -5.30 പ്ലസ് 10 എന്ന് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ പ്ലസ് 10 എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരും അല്ലെ. അപ്പൊ 10 - 5.30 ചെയ്യണം. 10 - 5.30 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4.70 കിട്ടും. അടുത്തത് 10 ആഡ് ചെയ്യുമ്പോൾ 14.70. അടുത്തത് 10 ആഡ് ചെയ്യുമ്പോൾ 24.70. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത് FI XI മൈനസ് X ബാർ 25.30 ഇൻറ്റു FI 9 ചെയ്യുന്നു. സോ 227.7 എന്ന് കിട്ടും. അടുത്ത 15.30 ഇൻറ്റു 13 ചെയ്ത് കഴിയുമ്പോൾ 198.9 കിട്ടും. then ഇതെല്ലാം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. then ഇനി ഇതിന്റെ സമ്മേഷൻ കാണും. ഇതിന്റെ സമ്മേഷൻ കാണുമ്പോൾ 1128 വരും. ഓക്കെ, then mean deviation about the mean ആണ് കാണേണ്ടത്. that is 1128 divided by 100 ചെയ്യണം. so that is equal to 11.28 എന്ന് വരും. അപ്പൊ ഇക്വേഷൻ ഒക്കെ അറിയാമല്ലോ. ഇവിടെ ഇക്വേഷൻ സമ്മേഷൻ I is equal to 1 to n FI into absolute value of XI minus X bar divided by n. n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇതിന്റെ എല്ലാം കൂടെ സമം. ഓക്കെ, അതിനി പറയണ്ട. പക്ഷെ നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഇതെല്ലാം എഴുതി വെച്ചോണം കേട്ടോ. ഇക്വേഷൻ എല്ലാം എഴുതി വയ്ക്കുക. ഓക്കെ, ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.